നമസ്കാരം. മലയാണ്മയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് നിങ്ങൾക്ക് വേണ്ടി ഇവിടെ അവതരിപ്പിക്കുവാൻ പോകുന്നത് ശാസ്ത്ര ചരിത്രത്തിലെ സമാനതകളില്ലാത്ത വ്യക്തിത്വത്തിൻ്റെ ഉടമയായ മാഡം ക്യൂറിയുടെ ജീവിതകഥയാണ്. ആ മഹതിയുടെ ജീവിതകഥ വളരെ ലളിതമായി അവതരിപ്പിച്ചിരിക്കുകയാണ് പ്രഗത്ഭനായ അധ്യാപകനും ഗവേഷകനും ശാസ്ത്ര സാഹിത്യകാരനുമായ ഡോക്ടർ CG രാമചന്ദ്രൻ നായർ. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്താണ് ഇത് പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. ഉപക്രമത്തിലേക്ക് കടക്കുന്നതിന് മുമ്പായി മുഖവുരയൊന്ന് ഞാൻ വായിക്കാം. CG രാമചന്ദ്രൻ നായർ എഴുതിയിരിക്കുന്ന മുഖവുരയുടെ കുറച്ച് ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം. ശാസ്ത്ര ചരിത്രത്തിൽ അദ്വിതീയമായൊരു സ്ഥാനമാണ് മാഡം ക്യൂറിക്കുള്ളത്. ഇത്രയേറെ കഷ്ടപ്പാടുകൾ അനുഭവിച്ച, ഇത്രയധികം ദുഃഖങ്ങൾ കടന്ന മറ്റൊരു വ്യക്തിയെ ശാസ്ത്രരംഗത്ത് നമുക്ക് കാണാൻ കഴിയില്ല. ഈ അവശതകൾക്കിടയിലാണ് അവർ ലോകോത്തരങ്ങളായ കണ്ടുപിടുത്തങ്ങൾ നടത്തിയത്. റേഡിയോ ആക്റ്റീവത, അതായത് റേഡിയോ ആക്ടിവിറ്റി എന്ന പ്രതിഭാസം സമഗ്രമായി പഠിച്ച് റേഡിയം എന്ന അത്ഭുത ലോഹം ശുദ്ധാവസ്ഥയിൽ വേർതിരിച്ച് അതിൻ്റെ ഗുണധർമ്മങ്ങൾ നിർണയിച്ച് രസതന്ത്ര ഭൗതിക ശാസ്ത്രങ്ങൾക്ക് പുതിയൊരു മാനം നൽകിയത് മാഡം ക്യൂറിയാണ്. വിദ്യാഭ്യാസത്തിൽ മുന്നോക്കമായിരുന്നെങ്കിലും സാമ്പത്തികമായി തകർന്ന കുടുംബത്തിലെ 5 കുട്ടികളിൽ ഏറ്റവും ഇളയവളായാണ് മാരിയ സ്കവോദോസ്ക ജനിച്ചത്. 1867 ജനനം. തൻ്റെ അച്ഛൻ ഒരു പ്രൊഫസറായിരുന്നിട്ടും വളരെ കഷ്ടപ്പെടുന്നതും ക്ഷയരോഗിണിയായ തൻ്റെ അമ്മ സ്വന്തം കുട്ടികളെ ലാളിക്കാൻ പോലും വയ്യാതെ വിഷമിക്കുന്നതും കണ്ട് തൻ്റെ രാജ്യമായ പോളണ്ട് വിദേശ കൊളോണിയൽ മേൽക്കോയ്മയ്ക്ക് കീഴിൽ ഞെരിഞ്ഞമരുന്നതറിഞ്ഞും സ്വന്തം മാതൃഭാഷയായ പോളിഷ് ഭാഷ പരസ്യമായി സംസാരിക്കാൻ സ്കൂളിൽ നിരോധനം നിലനിൽക്കുന്നതെന്തെന്നറിയാതെ പരിഭ്രമിച്ചും പകച്ചും മാരിയയുടെ ബാല്യകൗമാരങ്ങൾ ഊഷരതയിൽ വാടാത്ത കാട്ടുചെടി പോലെ എങ്ങനെയോ കിളിർത്തു. പ്രിയപ്പെട്ട ചേച്ചി ബ്രോണിയയുടെ ഉപരി വിദ്യാഭ്യാസത്തിന് സഹായിക്കാനായി ഒരു വീട്ടുവേലക്കാരിയായി പണിയെടുത്ത് പണമുണ്ടാക്കി. പിന്നീട് താനും ഉപരിപഠനത്തിനായി അക്കാലത്ത് യൂറോപ്പിൽ ശാസ്ത്ര ഗവേഷണ രംഗത്തെ മഹത്തായ കേന്ദ്രമായിരുന്ന പാരീസിലെത്തി. അല്പാഹാരവും ജീർണ വസ്ത്രവും ശ്വാനനിദ്രയും മറ്റുമായി കഷ്ടപ്പെട്ട് പഠനവും ശാസ്ത്ര ഗവേഷണവും നടത്തി. ശ്രേഷ്ഠനായ ഒരു ജീവിത പങ്കാളിയെ കണ്ടെത്തി വിവാഹം കഴിച്ചു. അപ്രതീക്ഷിതമായ ഭർതൃവിയോഗമെന്ന വലിയ ആഘാതത്തെ മറികടന്ന് ശാസ്ത്ര ഗവേഷണത്തിനായി ജീവിതമാകെ സമർപ്പിച്ചു. അവഗണനകളും അപവാദ പ്രചരണങ്ങളും ധൈര്യപൂർവ്വം നേരിട്ടു. തൻ്റെ കണ്ടുപിടുത്തങ്ങൾക്ക് പേറ്റൻ്റൊന്നും എടുക്കാതെ അവ ലോകത്തിൻ്റെ പൊതുസ്വത്തായി വിട്ടുകൊടുത്തു. റേഡിയത്തിൻ്റെ മാരക രശ്മികളേറ്റ് രോഗബാധിതയായി തൻ്റെ 66-ാം വയസ്സിൽ നിര്യാതയായി. ഹോ, എന്തൊരു ത്യാഗോജ്വലമായ ജീവിതം! മുഖവുരയിലെ ചില ഭാഗങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇവിടെ വായിച്ചവതരിപ്പിച്ചത്. ഇനി ഉപക്രമത്തിലേക്ക് കടക്കാം. ആരായിരുന്നു മാഡം ക്യൂറി? 2 പ്രാവശ്യം നോബൽ സമ്മാനം ലഭിച്ച മഹാശാസ്ത്രജ്ഞ. റേഡിയം എന്ന അത്ഭുത ലോഹം ആദ്യമായി വേർതിരിച്ചെടുത്ത് റേഡിയോ ആക്റ്റീവത എന്ന ശാസ്ത്രശാഖയ്ക്ക് അതിമഹത്തായ സംഭാവന നൽകിയ രസതന്ത്രജ്ഞ. തൻ്റെ കണ്ടുപിടുത്തങ്ങൾ ഉപയോഗിച്ച് പേറ്റൻ്റ് എടുക്കാനോ പണം സമ്പാദിക്കാനോ ആലോചിക്കുകയോ പോലും ചെയ്യാതെ ആ വിലമതിക്കാനാവാത്ത മഹത് ഗവേഷണ ഫലങ്ങൾ മുഴുവൻ ലോകത്തിൽ ആർക്കു വേണമെങ്കിലും സ്വതന്ത്രമായി ഉപയോഗിക്കുവാൻ അനുമതി നൽകിയ മനുഷ്യസ്നേഹി. ഇതെല്ലാമായിരുന്നു മാഡം ക്യൂറി. പക്ഷേ ഇതിനെല്ലാം ഉപരിയായി പോലും അത്യുജ്വലമായ ഒരു വ്യക്തിത്വത്തിന് ഉടമയായിരുന്നു ആ മഹതി. ആദ്യമായി നമുക്ക് മാഡം ക്യൂറി എന്ന പേരിൽ നിന്ന് തുടങ്ങാം. മുഴുവൻ പേര് മദാം മാരി ക്യൂറി. മാരിയുടെ ഉച്ചാരണം ഫ്രഞ്ച് ഭാഷയിൽ മാരി എന്നു തന്നെയാണ്. പലർക്കും പരിചിതമായ മേരി എന്നത് ആംഗലീകരിക്കപ്പെട്ട ഉച്ചാരണമാണ്. ഇന്ത്യയിൽ ഈ ഉച്ചാരണമാണ് പ്രചാരത്തിലുള്ളത്. എന്നാൽ പാശ്ചാത്യ നാടുകളിൽ, പ്രത്യേകിച്ചും ശാസ്ത്ര സമ്മേളനങ്ങളിലും മറ്റും അവർ മാരി എന്നെഴുതി മാരി എന്ന് ശരിയായി ഉച്ചരിക്കുന്നു. അതുപോലെ മാഡം എന്ന ഫ്രഞ്ച് പദത്തിൻ്റെ അർത്ഥം
മാന്യ സ്ത്രീ എന്ന് കൊടുക്കാം. ഇംഗ്ലീഷിൽ മൈ ലേഡി എന്നാണ് ശരി തർജ്ജമ. ഈ മാദമ്മ് എന്ന ഫ്രഞ്ച് വാക്ക് മാദമ്മ് എന്ന രണ്ട് പദങ്ങൾ കൂടിച്ചേർന്നാണ് ഉണ്ടായത്. മൈ ദമ്മ് ലേഡി. ഇംഗ്ലീഷിൽ മാദമ്മ് അല്പം രൂപഭേദം വന്നു. നമുക്കെല്ലാം പരിചിതമായ മാഡം ആയി. ആംഗലീകൃതമായ ഉച്ചാരണമോ മാഡം എന്നും ആയി. മദാം ക്യൂറി എന്ന പേര് വിവാഹശേഷം വന്ന പേരാണ്. ഭർത്താവായ പിയർ ക്യൂറിയുടെ കുടുംബ പേരാണ് ക്യൂറി എന്നത്. വിവാഹത്തിനു മുൻപ് മദാം ക്യൂറിയുടെ മുഴുവൻ പേര് മാരിയ സ്കൊഡോവസ്ക എന്നായിരുന്നു. മർജ എന്നത് ചിലപ്പോൾ മാരിയ എന്നും ആകും. അർത്ഥം ഇംഗ്ലീഷിൽ മേരി എന്ന് തന്നെ. പോളിഷ് പേരാണ് മാരിയ. സ്കൊഡോവസ്ക അഥവാ സ്ക്വോഡ്സ്ക എന്നാണ് കുടുംബ പേരിൻ്റെ ഉച്ചാരണം. പോളിഷ് ഭാഷയിലെ പേരുകളുടെ ഉച്ചാരണങ്ങൾ നമുക്ക് വിചിത്രമായി തോന്നും. പോളണ്ടുകാരിയായി പോളിഷ് മാതാപിതാക്കളുടെ പുത്രിയായി ജനിച്ച് പിന്നീട് ഉപരിപഠനത്തിനായി ഫ്രാൻസിൽ പാരീസിലെത്തി. പിയർ ക്യൂറിയെ വിവാഹം കഴിച്ചതിനാലാണ് പേര് മേരി ക്യൂറി എന്ന് ആയത്. മദാം ക്യൂറിയെ ഇന്നറിയുന്നത് പോളണ്ടുകാരിയായോ ഫ്രഞ്ചുകാരിയായോ അല്ല, പിന്നെയോ വിശ്വമാനവികത നിറഞ്ഞു നിന്ന ലോക പൗരയായ ഒരു ശ്രേഷ്ഠ സ്ത്രീരത്നമായിട്ടാണ്. സയൻസിൻ്റെ ചരിത്രത്തിലെ അത്യുജ്വലമായ കീർത്തിമതിയായ മഹാശാസ്ത്രജ്ഞയായ മദാം ക്യൂറി ഇന്ന് മാനവരാശിയുടെ പൊതുസ്വത്താണ്. ഈ ശാസ്ത്രമാതാവിൻ്റെ ജീവിതമാകട്ടെ ഉടനീളം സംഭവബഹുലവും സംഘർഷഭരിതവും ആയിരുന്നു. ഭാഗം 2. അസ്വതന്ത്രയായ ജന്മഭൂമി. പോളണ്ട് ഒരു യൂറോപ്യൻ രാഷ്ട്രമാണ് പോളണ്ട്. കലാപകലുഷിതമായ ഒരു ചരിത്രമാണ് പോളണ്ടിനുള്ളത്. AD 966 ക്രിസ്തുമതം പരന്നതോടെയാണ് പോളണ്ടിൻ്റെ ആധുനിക ചരിത്രം തുടങ്ങുന്നത്. AD 1025 ഏതാണ്ട് ഇന്നത്തെ പോളണ്ടിൻ്റെ വിസ്തീർണമുള്ള ഒരു രാജ്യമായി പോളണ്ടിന് സ്വത്വം കൈവന്നത്. പക്ഷേ 1795 പോളണ്ട് വൈദേശികാധിപത്യത്തിൻ്റെ കീഴിൽ അമർന്നു. അസ്വതന്ത്രയായ പോളണ്ടിലാണ് മദാം ക്യൂറി ജനിച്ചത്. ഭാഗം 2. ബാല്യ കൗമാര കാലഘട്ടം. മാതാപിതാക്കൾ, സഹോദരങ്ങൾ. അടിമത്തത്തിൽ കഴിഞ്ഞിരുന്ന ഒരു രാഷ്ട്രത്തിലാണ് മാരിയ സ്കൊഡോവസ്ക ജനിച്ചതെന്ന് നേരത്തെ സൂചിപ്പിച്ചിരുന്നല്ലോ. എന്നാൽ കുടുംബത്തിൽ വിദ്യാഭ്യാസപരമായി നല്ല ഒരു അന്തരീക്ഷമാണ് ഉണ്ടായിരുന്നത്. അച്ഛൻ പ്രൊഫസർ സ്ക്വോഡോവസ്കി. വ്ളാഡിസ്ലാവ് സ്ക്വോഡോവസ്കി ഒരു ഫിസിക്സ് അധ്യാപകനായിരുന്നു. അഗാധ ബുദ്ധിമാനായിരുന്നു അദ്ദേഹം. എങ്കിലും അസ്വതന്ത്ര പോളണ്ടിൽ റഷ്യൻ ഉരുക്കുമുഷ്ടി ഭരണത്തിന് കീഴിൽ അദ്ദേഹത്തിന് ഔദ്യോഗികമായി ഉയരാൻ സാധിച്ചില്ല. ദേശാഭിമാനി ആയിരുന്നതിനാൽ പല പീഡനങ്ങളും അനുഭവിക്കേണ്ടി വന്നു. റഷ്യൻ ഭാഷയിൽ മാത്രമേ പഠിപ്പിക്കാൻ അനുവാദമുണ്ടായിരുന്നുള്ളൂ. പ്രൊഫസർ വ്ളാഡിസ്ലാവ് ക്രമേണ റഷ്യൻ മേലധികാരികളുടെ അപ്രീതിക്ക് പാത്രമായി. ഒടുവിൽ 1873 ജോലി തന്നെ നഷ്ടപ്പെട്ടു. ആ ഇടയ്ക്ക് മറ്റൊരാഘാതവും സ്ക്വോഡോവസ്കി കുടുംബത്തിന് ഏൽക്കേണ്ടി വന്നു. അച്ഛൻ വ്ളാഡിസ്ലാവ് തൻ്റെ സമ്പാദ്യമെല്ലാം ചില ഷെയറുകളിലായിരുന്നു നിക്ഷേപിച്ചത്. ആ ഷെയർ കമ്പനികൾ പൊളിഞ്ഞു. സമ്പാദ്യം മിക്കവാറും നഷ്ടപ്പെട്ടു. അന്ന് കൊച്ചു മരിയയ്ക്ക് 6 വയസ്സു മാത്രം പ്രായം. ദരിദ്രവും കഷ്ടപ്പാടുമായിരുന്നു ബാല്യകാലത്തെ കയ്പ് നിറഞ്ഞ അനുഭവങ്ങൾ. അമ്മ ബ്രോണിസ്ലാവ. മാരിയയുടെ അമ്മ ബ്രോണിസ്ലാവയും ഒരു അധ്യാപികയായിരുന്നു. അവർ സ്വന്തമായി ഒരു പ്രൈവറ്റ് സ്കൂൾ നടത്തിയിരുന്നു. റഷ്യക്കാരുടെ ഭരണത്തിന് കീഴിൽ അമർന്നിരുന്ന പോളണ്ടിൽ അക്കാലത്ത് സ്ത്രീകൾക്ക് ഹൈസ്കൂൾ വിദ്യാഭ്യാസം അധികാരികൾ അനുവദിച്ചിരുന്നില്ല. അതിനാലാണ് രഹസ്യമായി പല പ്രൈവറ്റ് സ്കൂളുകളും നിലവിൽ വന്നത്. ഇവയെല്ലാം സാമ്പത്തികമായി വലിയ ഞെരുക്കത്തിലായിരുന്നു. ഈ സ്കൂളുകളിൽ ബോധനമാധ്യമം പോളിഷ് ഭാഷയായിരുന്നു. എന്നാൽ വല്ല റഷ്യൻ മേലധികാരികളും വന്നാൽ ഉടനെ അധ്യാപികമാരും കുട്ടികളും റഷ്യൻ ഭാഷയിലേക്ക് മാറും. ഈ പോളിഷ് റഷ്യൻ ഭാഷാ സ്വിച്ചുകൾ അന്നത്തെ പ്രൈവറ്റ് സ്കൂളുകളിലെ പതിവായിരുന്നത്രേ. പക്ഷേ സർക്കാർ സ്കൂളുകളിൽ റഷ്യൻ ഭാഷ മാത്രമായിരുന്നു വിദ്യാഭ്യാസ മാധ്യമം.
പലവിധ പ്രശ്നങ്ങളും ബ്രോണിസ്ലാവയെ അലട്ടിയിരുന്നു. ഇതിനിടയിൽ അവർ ക്ഷയരോഗബാധിതയുമായി. അക്കാലത്ത് ക്ഷയത്തിന് മരുന്നുകളൊന്നുമില്ലായിരുന്നു എന്നതോർക്കുക. ആൻറ്റിബയോട്ടിക്കുകൾ അന്ന് കണ്ടുപിടിക്കപ്പെട്ടിരുന്നില്ല. ബ്രോണിസ്ലാവയുടെ കുഞ്ഞുങ്ങൾക്ക് ഒരു കാര്യം അത്ഭുതമായി തോന്നി. അമ്മ തങ്ങളിൽ ആരെയും ഉമ്മ വയ്ക്കുന്നില്ല, കൊച്ചു മന്യയെപ്പോലും. മരിയയുടെ ഓമന പേരായിരുന്നു മന്യ എന്നത്. അമ്മയുടെ അസുഖത്തിൻ്റെ കാര്യം മൂത്ത കുട്ടികൾക്ക് പിന്നീടാണ് മനസ്സിലായത്. അമ്മയുടെ സ്നേഹപ്രകടനം അരികിൽ വിളിച്ച് നെറ്റിത്തടത്തിൽ കൈവയ്ക്കുക മാത്രമായിരുന്നു എന്ന് മാഡം ക്യൂറി പിൽക്കാലത്ത് ഓർക്കുന്നുണ്ട്. പക്ഷേ മന്യയ്ക്ക് ആ ശീതള സ്പർശം സ്വർഗീയ സുഖം നൽകുന്നതായിരുന്നു അത്രേ. ബ്രോണിസ്ലാവ രോഗം മൂർച്ഛിച്ച് 1878 നിര്യാതയായി. മന്യയ്ക്ക് അന്ന് വയസ്സ് 10 മാത്രം. സഹോദരന്മാർ. സ്ക്വോഡോസ്കി ദമ്പതിമാർക്ക് 5 മക്കളാണ് ഉണ്ടായിരുന്നത്. സോഫി, ജോസഫ്, ബ്രോണിയ, ഹെലൻ, മാരിയ. ഏറ്റവും ഇളയ കുട്ടി മാരിയ. അച്ഛൻ നടത്തിയിരുന്ന സ്കൂളിൻ്റെ ഒരു ഭാഗമാണ് വീടായി ഉപയോഗിച്ചത്. കളികളിലായിരുന്നു മാരിയയ്ക്ക് കൂടുതൽ താല്പര്യം. ചേച്ചിമാരും ചേട്ടനും മന്യ എന്ന ഓമന സഹോദരിക്ക് സ്നേഹം നിർലോഭം നൽകി. സോഫി മന്യയ്ക്ക് ധാരാളം കഥകൾ പറഞ്ഞു കൊടുക്കുമായിരുന്നു. 5 കുട്ടികളും ബുദ്ധിസാമർഥ്യം നന്നായി പ്രകടിപ്പിച്ചിരുന്നു. എന്നാൽ ഏറ്റവും ബുദ്ധിമതി മാരിയ തന്നെയായിരുന്നു. പക്ഷേ അതാരും അറിഞ്ഞില്ല. ജോസഫും ബ്രോണിയയുമാണ് ഏറ്റവും ബുദ്ധിയുള്ള കുട്ടികളെന്നാണ് കുടുംബത്തിൽ പൊതുവെ ഉണ്ടായിരുന്ന ധാരണ. ബ്രോണിയയ്ക്ക് കുഞ്ഞു മന്യയെ പഠിപ്പിക്കുന്നത് വലിയ ഇഷ്ടമായിരുന്നു. ചില പുസ്തകങ്ങൾ ബ്രോണിയ വീണ്ടും വീണ്ടും വായിച്ച് കേൾപ്പിക്കും. ശ്രദ്ധയോടെ മന്യ അത് കേൾക്കും. ഒരിക്കൽ വിഷമം പിടിച്ച വാക്കുകളുള്ള ഒരു പേജ് വായിക്കുന്നതിനിടയിൽ ബ്രോണിയ തപ്പിത്തടഞ്ഞു. അപ്പോൾ മന്യ ചേച്ചിയുടെ കയ്യിൽ നിന്ന് പുസ്തകം വാങ്ങിച്ച് ആ പേജുകൾ ഭംഗിയായി തപ്പിത്തടയാതെ ഒഴുക്കോടെ വായിച്ചു. എല്ലാവർക്കും അത്ഭുതമായി. പക്ഷേ മന്യ പേടിച്ചു പോയത്രേ. എന്തോ തെറ്റ് താൻ ചെയ്തു എന്നായിരുന്നു അവളുടെ പേടി. ഞാൻ അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ല, അങ്ങനെ അങ്ങ് വായിച്ചു പോയതാണ്, മാപ്പ് മാപ്പ് എന്ന് മന്യ ചേച്ചിയോട് അല്പം കൊഞ്ചലോടുകൂടി പറഞ്ഞു. സഹോദരങ്ങളിൽ ജോസഫ് മിടുക്കനായി പഠിച്ച് പിന്നീട് ഒരു നല്ല ഡോക്ടറായി. ബ്രോണിയ ഹൈസ്കൂൾ പഠനത്തിന് ശേഷം വീട്ടുജോലികൾ ചെയ്ത് കുടുംബത്തെ സഹായിച്ചു. സഹോദരങ്ങൾ തമ്മിലുണ്ടായിരുന്ന ഈ ഊഷ്മളമായ സ്നേഹബന്ധം അന്യഥാ കഷ്ടപ്പാടുകൾ നിറഞ്ഞ കുടുംബാന്തരീക്ഷത്തിൽ നിന്ന് ഒരു കുളിർ തെന്നലായിരുന്നുവെന്ന് പിൽക്കാലത്ത് മാഡം ക്യൂറി ഓർക്കുന്നു. ജീവിതത്തിൽ പരാജിതനും റഷ്യൻ അധികാരികളാൽ അപമാനിതനുമായ പിതാവും രോഗിണിയായ അമ്മയും സ്നേഹഗോപുരങ്ങളായ മൂത്ത 4 സഹോദരങ്ങളും. ഇവരുടെ ഇടയിൽ എല്ലാവരുടെയും ഓമനയായി കൊച്ചുമന്യ വളർന്നു. ബാല്യകാലത്തെ ചില രസകരമായ സംഭവങ്ങൾ. മാരിയയ്ക്ക് അന്ന് 4 വയസ്സ് മാത്രം. ചേച്ചി ബ്രോണിയയ്ക്ക് 7 വയസ്സും. ബ്രോണിയ അവളുടെ കൊച്ചു പുസ്തകങ്ങൾ ഉറക്കെ വായിക്കുമ്പോൾ മാരിയ ശ്രദ്ധിച്ച് കേട്ടുകൊണ്ടിരിക്കും. ഒരിക്കൽ അച്ഛനമ്മമാർ ബ്രോണിയയോട് ഒരു കഥ വായിക്കാൻ പറഞ്ഞു. അവൾ അത് വായിച്ചുകൊണ്ടിരിക്കെ ഒരിടത്ത് വെച്ച് അല്പം പതറിപ്പോയി. അപ്പോൾ 4 വയസ്സുകാരി മാരിയ ആ ഭാഗം ശരിയായി ഉറക്കെ ചൊല്ലി. ഇതെങ്ങനെ സാധിച്ചുവെന്നോ? ഈ കഥ ചേച്ചി ബ്രോണിയ അനുജത്തിയെ നേരത്തെ വായിച്ചു കേൾപ്പിക്കാറുണ്ടായിരുന്നു. മാരിയയ്ക്ക് അത് കാണാപ്പാഠമായി ഓർമ്മയിലുണ്ടായിരുന്നു. ചേച്ചിയെ സഹായിക്കാൻ മാത്രമായിരുന്നു മാരിയ ആ ഭാഗം കാണാപ്പാഠമായി ഉറക്കെ പറഞ്ഞത്. 4 വയസ്സുകാരിയുടെ ഓർമ്മശക്തിയെപ്പറ്റി എല്ലാവരും അത്ഭുതപ്പെട്ടു. പക്ഷേ താൻ എന്തോ തെറ്റ് ചെയ്തതുപോലെയാണ് മാരിയയ്ക്ക് തോന്നിയതത്രേ. ഈ തൊട്ടാവാടി സ്വഭാവം, അതിലോലത മാരി ക്യൂറിക്ക് ജീവിതത്തിൽ ഉടനീളമുണ്ടായിരുന്നു. മാരിയയ്ക്ക് 7 വയസ്സുള്ളപ്പോൾ അച്ഛൻ പ്രൊഫസർ സ്ക്വോദോസ്കി അവളെ തൻ്റെ ലബോറട്ടറിയിലേക്ക് കൊണ്ടുപോയി. അവിടെയുള്ള ചില ഉപകരണങ്ങൾ അവളെ കാണിച്ചു കൊടുത്തു. ഇത് ബാരോമീറ്റർ, ഇത് ഗോൾഡ് ലീഫ് ഇലക്ട്രോസ്കോപ്പ്, ഇത് ഒരു ബാലൻസ് എന്നിങ്ങനെ. എന്നിട്ട് പ്രൊഫസർ മകളോട് പറഞ്ഞു, ഇതെല്ലാം ഫിസിക്സിലെ അപ്പാരറ്റസുകളാണ്. എന്തൊരു അത്ഭുത ലോകം എന്ന് കൊച്ചു മാരിയ വിചാരിച്ചു. പിന്നീട് കുറേ ദിവസം അവൾ ഈണത്തിൽ പാടിക്കൊണ്ടിരുന്നു, ഫിസിക്സ് അപ്പാരറ്റസ് എന്ന്. പഠിത്തത്തിനിടയിൽ അല്പനേരം സ്ക്വോഡോവസ്കി കുട്ടികൾ കളിക്കുകയായിരുന്നു. ഒച്ചയും ബഹളവും കൂടി വന്നു. മൂത്ത ചേച്ചി സോഫി മാരിയോട് പറഞ്ഞു,
ദാ അമ്മ പറയുന്നു കളിച്ചത് മതിയെന്ന്, ഇനി നിർത്തണം. പക്ഷേ ഞാൻ ബ്രോണിയ ചേച്ചിയുടെ കളിപ്പാട്ടങ്ങൾ അടുക്കി വെക്കട്ടെ. ബ്രോണിയ ചേച്ചിക്ക് എൻ്റെ സഹായം വേണം എന്നായി മന്യ. നിർത്തു, അമ്മയാണ് നിർത്താൻ പറഞ്ഞത്. 12 വയസ്സുകാരി സോസിയ ചേച്ചി ഉറപ്പിച്ചു പറഞ്ഞു. അവൾ അമ്മയുടെ ഒരു തരം ഡെപ്യൂട്ടിയാണ്. ആ അധികാര സ്വരത്തെ 5 വയസ്സുകാരി മന്യയ്ക്ക് അനുസരിച്ചേ തീരൂ. എങ്കിലും ഗൗരവത്തോടെ കളി നിർത്തി. എന്നാൽ തല ഉയർത്തിപ്പിടിച്ച് ചേച്ചി ഒന്ന് നോക്കിയ ശേഷം മന്യ സ്ഥലം വിട്ട് പഠനമുറിയിലെത്തി. വിളിപ്പേരുകൾ പോളണ്ടിൽ സാധാരണയാണ്. സ്ക്വോദോസ്കി കുട്ടികളുടെ വിളിപ്പേരുകൾ ഇങ്ങനെയായിരുന്നു: സോഫി, സോസിയ; ബ്രോണിസ്ലോവ, ബ്രോണിയ; ജോസഫ്, ജോഷിയോ; ഹെലൻ, ഹേല; മാരിയ, മന്യ; മനൂഷ്യ, ആൻസുപേഷ്യ എന്നിങ്ങനെ പല പേരുകളിലും മാര്യയ്ക്ക് ബാല്യകാലത്ത് ഉണ്ടായിരുന്നു. ഈ അമ്മ എന്നെ ഉമ്മ വയ്ക്കാത്തത് എന്താണ്? കൊച്ചുമന്യയ്ക്ക് വലിയ അത്ഭുതമായിരുന്നു അത്. കാര്യം ശരിയായിരുന്നു. മദാം സ്ക്വോദോസ്ക തൻ്റെ കുട്ടികളെ ആരെയും ഉമ്മ വച്ചിരുന്നില്ല. കാരണം അവർ ക്ഷയരോഗിണിയായിരുന്നു. തൻ്റെ കുട്ടികൾക്ക് രോഗം പകരാതിരിക്കാൻ അവർ കുട്ടികളോട് കൂടുതൽ അടുപ്പം വരാതിരിക്കാൻ ശ്രമിച്ചു. അങ്ങനെ അമ്മയുടെ ഉമ്മ കിട്ടാതെയാണ് ആ കുട്ടികളെല്ലാം വളർന്നത്. സ്കൂളിൽ കുട്ടികൾ എപ്പോഴും റഷ്യൻ അധികാരികളുടെ കർശന നിയന്ത്രണത്തിലായിരുന്നു. പോളിഷ് ഭാഷ വിലക്കിയിരുന്നു. അറിയാതെ ഒരു വാക്ക് മാതൃഭാഷയായ പോളിഷിൽ പറഞ്ഞാൽ വലിയ ശിക്ഷ കിട്ടുമായിരുന്നു. മാഡം ക്യൂറി പിന്നീട് തൻ്റെ ഡയറിക്കുറിപ്പിൽ പഴയകാലം ഇങ്ങനെ ഓർക്കുന്നു: ക്ലാസ്സിൽ മാരിയ ഒന്നാമതായിരുന്നു. 1883 പരീക്ഷയിൽ ഉന്നത വിജയവും സ്വർണ്ണ മെഡലും നേടി. പക്ഷേ കൊച്ചു മാരിയയുടെ സന്തോഷത്തിന് മങ്ങലേൽപ്പിച്ച ഒരു കാര്യമുണ്ടായിരുന്നു. റഷ്യക്കാരനായിരുന്ന സ്കൂൾ അധികാരിക്ക് ഹസ്തദാനം ചെയ്ത് വേണമായിരുന്നു മെഡൽ സ്വീകരിക്കേണ്ടിയിരുന്നത്. സ്വരാജ്യാഭിമാനിയായ മാര്യയ്ക്ക് ഇത് ഇഷ്ടമായിരുന്നില്ലത്രേ. തൻ്റെ അച്ഛനമ്മമാരിൽ നിന്നുമാണ് മാഡം ക്യൂറിക്ക് തൻ്റെ തീവ്രമായ സ്വരാജ്യ സ്നേഹം പാരമ്പര്യമെന്ന പോലെ ലഭിച്ചത്. അടിച്ചമർത്തപ്പെട്ട പോളണ്ടിൽ നാട്ടുകാർക്ക് സ്വന്തം ഭാഷ സംസാരിക്കുവാൻ പോലും വിലക്കുകളുണ്ടായിരുന്നു. പിൽക്കാലത്ത് മാഡം ക്യൂറി തൻ്റെ ബാല്യകാലം ഇങ്ങനെ അനുസ്മരിക്കുന്നു: എല്ലാ പോളണ്ടുകാരും റഷ്യൻ സർക്കാരിൻ്റെ കണ്ണിൽ ശത്രുക്കളായിരുന്നു. സംശയത്തോടെയാണ് അവരെ ഗവൺമെൻറ് എപ്പോഴും വീക്ഷിച്ചിരുന്നത്. പോളിഷ് ഭാഷയിൽ ഒരു വാക്കോ ചെറിയ സംഭാഷണമോ അനുവദിക്കപ്പെട്ടിരുന്നില്ല. അബദ്ധത്തിലായാലും പോളിഷ് ഭാഷ സംസാരിച്ചാൽ കുടുംബത്തിന് പോലും ശിക്ഷ തീർച്ചയായും ലഭിക്കുമായിരുന്നു. സാധാരണയായി ഉദ്യോഗസ്ഥർക്ക് ഔദ്യോഗിക കയറ്റമാണല്ലോ കിട്ടാറുള്ളത്. എന്നാൽ പ്രൊഫസർ സ്ക്വോദോസ്കി തരം താഴ്ചകളുടെ ഒരു പരമ്പര തന്നെയായിരുന്നു വിധി. അദ്ദേഹത്തിൻ്റെ പോളണ്ടിനോടുള്ള കൂറും പോളിഷ് ഭാഷയോടുള്ള അഗാധ സ്നേഹവുമായിരുന്നു ഇതിന് കാരണം. മാഡം ക്യൂറിയുടെ ജീവിതകഥ ഭാഗം 1, 2 ഇവിടെ അവസാനിക്കുകയാണ്. ഇതുവരെ ഞാൻ വായിച്ച ഈ ജീവിതകഥ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കില്ലല്ലോ. നന്ദി, നമസ്കാരം.